നമസ്കാരം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതി ഇനിയൊരു മനുഷ്യൻ കൂട്ടില്ലല്ലോ എന്നോർത്ത് ആ അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് മറ്റു മനുഷ്യർ നിങ്ങളുടെ കൂട്ടിന് വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ അപകടത്തിൽ ആക്കുന്നതിന് തുല്യമാണ് ആ ചിന്ത. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പഴയ കഥകൾ കേൾക്കാൻ ആരെങ്കിലും തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ പൂട്ടാനുള്ള താക്കോലും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോലും നിങ്ങൾ അവർക്ക് കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യം തന്നെ ആ അവസ്ഥയെ നിങ്ങളൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് ശീലിച്ചേ മതിയാകൂ. കാരണം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവുക. നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം നിങ്ങൾ കൊടുത്തേ മതിയാകൂ. അത് ഇറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടില്ലാത്ത സ്നേഹം മറ്റുള്ളവർക്ക് നിങ്ങളോട് ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ എവിടെയെങ്കിലുമൊക്കെ വീണ് കിടന്ന് തളർന്നു പോവുകയോ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ മരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മരിക്കുന്നത് വരെ എനർജറ്റിക്കായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ വീടിനെ സ്നേഹിക്കുകയും വീട്ടിലുള്ള മൃഗങ്ങളെ സ്നേഹിക്കുകയും വീട്ടിലുള്ള മരങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അത്ഭുതകരമാക്കി മാറ്റാൻ കഴിയും. താങ്ക് യു.